എല്ലാവർക്കും അവൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സാധാരണയായി നമ്മൾ ബേക്കറികളിൽ നിന്ന് വാങ്ങുന്നത് കൂടുതലായിട്ടും പേസ്ട്രീസ്, സ്വീറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്, കേക്ക്സ്, പിന്നെന്താ സ്നാക്ക് ഐറ്റംസൊക്കെ വാങ്ങാറുണ്ട്. എങ്കിലും പ്രധാനമായിട്ടൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഉദാഹരണത്തിന് ഇപ്പോൾ പഫ്സ് പോലെയുള്ള കാര്യങ്ങൾ, സമോസ, പഫ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ, വെജ്, നോൺ വെജ്, ഇതെല്ലാം തന്നെ നമ്മൾ ബേക്കറികളെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അതുപോലെ തന്നെ മീറ്റ് റോൾസും അങ്ങനെ സാധാരണയായിട്ട് എപ്പോഴും ചെയ്യുന്നൊരു കാര്യമില്ല. അപ്പോൾ മീറ്റ് റോൾസ് തന്നെ പല രീതിയിലുള്ളതുണ്ട്. പിന്നെന്താ പറയുക, നമ്മൾ അല്ലാത്ത റോൾസ് തന്നെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ചിക്കൻ റോളായിട്ട് അല്ലെങ്കിൽ സ്പ്രിങ് റോളായിട്ടുള്ള കാറ്റഗറിയിൽ ഇങ്ങനെ പല പല തരം റോൾസ് നമ്മൾ ബേക്കറിയിൽ നിന്നും വാങ്ങാറുണ്ട്. ഇന്ന് നമ്മൾ മീറ്റ് റോൾ, അതായത് ചിക്കൻ റോൾസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചിക്കൻ റോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്കൊന്ന് കാണാം. മൈദ മാവ് 1/2 കിലോ, ഈസ്റ്റ് 1/2 ടീസ്പൂൺ, മുട്ട ഒരെണ്ണത്തിൻ്റെ പകുതി, പഞ്ചസാര 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെണ്ണ 1 ടേബിൾ സ്പൂൺ, വെള്ളം 300 ml. ഇനി മറ്റു ചേരുവകൾ: മുട്ട 2 എണ്ണം, റൊട്ടിപ്പൊടി 1/2 കിലോ, എണ്ണ വറുക്കാൻ ആവശ്യമായത്. ഇനി ഫില്ലിങ്ങിന് വേണ്ട ചേരുവകൾ: ചിക്കൻ 750 ഗ്രാം കഷ്ണങ്ങളാക്കിയത്, ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരൽപ്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് വേവിച്ച് ഊറ്റിയെടുത്തത്, എണ്ണ 3 ടേബിൾ സ്പൂൺ, സവാള 2 വലുത് ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1/2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 1/2 ടേബിൾ സ്പൂൺ, പച്ചമുളക് ചെറുതായി അരിഞ്ഞത് 1/2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 3 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിയില അരിഞ്ഞത് ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ നമ്മളിപ്പോൾ റോൾസ് ചെയ്യാൻ പോകുന്നു. ഇപ്പോൾ റോൾസ് ഞാനിപ്പോൾ ചിക്കൻ റോൾസ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ചിക്കൻ റോളായിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ബീഫ് വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ മട്ടൺ വെച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ മീറ്റ് റോൾസ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഫില്ലിംഗ് എന്താണോ അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. അപ്പോൾ ഞാനൊരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ റോളിന് വേണ്ട, അല്ലെങ്കിൽ ഈ റോൾ ഉണ്ടാക്കാൻ വേണ്ട ഒരു ഡോ തയ്യാറാക്കണം. ഡോ എന്ന് പറയുമ്പോൾ ഒരു ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുന്ന പോലെ ഒരു കാര്യം കുഴച്ചെടുക്കണം. അതിനിപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ മൈദാമാവാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു 3 കപ്പ് മൈദാമാവ്, കപ്പ് അളവാണെങ്കിൽ, അതല്ല എന്നുണ്ടെങ്കിൽ 1/2 കിലോ മൈദാമാവ്. കാര്യം 1 കിലോ മൈദാമാവ് കപ്പിൽ അളന്നാൽ ഞാൻ ഉപയോഗിക്കുന്ന കപ്പ് 240 ml, ഒരു 6 കപ്പ് ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ നേർപകുതി എടുത്തു, 3 കപ്പ്, ദാറ്റ് ഇസ് 1/2 kg, 1/2 കിലോ മൈദാമാവ്. അതൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് അതിനകത്ത് നമുക്കിങ്ങനെ ഒരു കാര്യം ചെയ്യാം. ഇനി ഇതിൽ കുറേ കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു വലിയ സ്പൂൺ പഞ്ചസാര, പിന്നെന്താ വേണ്ടേ, കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ വേണ്ടത് ഈസ്റ്റ് 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഇങ്ങനെ സാധാരണ നമ്മൾ ചേർക്കുമ്പോൾ, ഇപ്പോൾ ബ്രെഡ് അങ്ങനത്തെ കാര്യത്തിലൊക്കെ വേണമെങ്കിൽ പൊങ്ങാൻ വെച്ചിട്ട് അത് ചേർക്കാം. ഇതിപ്പോൾ അങ്ങനെ നിർബന്ധമില്ല, ആദ്യമേ പൊങ്ങിയിട്ട് തന്നെ അതിങ്ങനെ ഫെർമെൻറ്റ് ചെയ്തിട്ട് ചേർക്കണം എന്നില്ല. ഡയറക്റ്റായിട്ട് നമ്മൾ 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കാം. ഇത് ചെറിയ തരി ഈസ്റ്റാണ്, പൊടി. ഇതിപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഇമ്പോർട്ടഡാണ്, പുറത്തുനിന്ന് കൊണ്ടുവന്ന ഈസ്റ്റാണ്. പക്ഷേ നാട്ടിലെ ഈസ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അളവ് കുറച്ചുകൂടി ഒന്ന് കൂട്ടിയാൽ മതി. 1/2 ടീസ്പൂൺ എന്നുള്ളത് ഒരു 2 ടീസ്പൂൺ വരെ ഉപയോഗിക്കാം. അപ്പോൾ ഈസ്റ്റ്, പൊടി ഈസ്റ്റാണ് ഉപയോഗിച്ചത്. പിന്നെ എന്താ വേണ്ടത്, പിന്നെ 1 ടേബിൾ സ്പൂൺ വെണ്ണ 1 ടേബിൾ സ്പൂൺ. ഇനി ഒരു മുട്ടയുടെ പകുതി. അപ്പോൾ ഒരു മുട്ട പൊട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഇതിൻ്റെ ആവശ്യത്തിന് ചേർക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വെണ്ണയൊന്ന് ഈ മാവിൻ്റെ കൂടെ ഒന്ന് യോജിപ്പിക്കാം. വെണ്ണ ഇതിനോടൊപ്പം ഒന്ന് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യാൻ പോണേ, പിന്നെ നമ്മളൊരു കുഴി ഉണ്ടാക്കുന്നു, നടുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ഡിപ്രഷൻ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഈ മുട്ടയുടെ പകുതി, ഇതൊരു മുട്ട ഞാൻ പൊട്ടിച്ച് ഇങ്ങനെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അതിൻ്റെ നേർപകുതി എടുക്കാം. ഇനി നമ്മൾ അളന്ന് വെച്ചിരിക്കുന്നത് ഏതാണ്ട് 1/2 കപ്പ് വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യാനുസരണം നമ്മൾ ഉപയോഗിക്കാൻ പോവാണ്. വെള്ളം കുറച്ച് ഒഴിക്കാം. എന്നിട്ട് ആദ്യം നമുക്കൊരു തടിത്തവി കൊണ്ടൊന്ന് യോജിപ്പിക്കാം. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് ശരിക്കും കുഴച്ചെടുക്കാം. വെള്ളം അത് പോരാ, അപ്പോൾ കുറച്ചുകൂടെ ഒഴിക്കണം. ഏകദേശം ഒരു ധാരണ കിട്ടും നമ്മൾക്ക്. വെള്ളം ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ച തടിത്തവി കൊണ്ട്. അപ്പോൾ കൈ ആദ്യമേ നമ്മൾ വൃത്തിയാടാക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ പിന്നെ പാടല്ലേ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഏകദേശം ഓക്കെ ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ
കൈ കൊണ്ടൊന്ന് കുഴയ്ക്കും. ഇനി നമ്മൾ കൈ കൊണ്ട് കുഴയ്ക്കാൻ പോവാം. അപ്പോൾ ശരിക്കും ഒരു എന്താ പറയുക, ഒരുപാട് കട്ടിയില്ല, അതേസമയം നല്ല കുഴയ്ക്കാൻ പറ്റുന്ന പാകത്തിനുള്ള രീതിയിലേക്ക് മാവ് മാറിക്കഴിഞ്ഞു. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ നല്ല മയം വരുന്ന രീതിയിലൊന്ന് കുഴച്ചെടുത്തിരിക്കുകയാണ്. ഇത്ര മതി. അപ്പോൾ ഇച്ചിരി ഒട്ടുന്ന രീതി ആയിരിക്കും കയ്യിൽ, എന്നാലും കുഴപ്പമില്ല, അതാണ് വേണ്ടത്. ഒരുപാട് ഹാർഡായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ട് കുഴയ്ക്കരുത്. തെസി ഇച്ചിരി ഒന്ന് ഇങ്ങനെ കയ്യിലൊട്ടിക്കോട്ടെ കുറച്ച്, അതാണ് പാകം. അപ്പോൾ ഈ രീതിയിലാക്കിയിട്ട് ഒരു നനഞ്ഞ ഒരു വൈറ്റ് കളറിലെ ഇത് മൽമൽ തുണിയാണ്, കുറഞ്ഞ തുണി, അത് നനച്ച് പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഇടാം. ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക, അനക്കാണ്ട് മാറ്റി വയ്ക്കുക. 1 മണിക്കൂർ സമയം കൊടുക്കുക ഇത് പൊങ്ങി വരാൻ. ചിലപ്പോൾ 1 മണിക്കൂർ തന്നെ വേണ്ട, ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഒന്ന് പൊങ്ങി വരും. അപ്പോൾ ഇതൊന്ന് റെഡിയായി വരട്ടെ. ആകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാം. ഇനി അടുത്തെന്താണ് ഫില്ലിങ് എന്ന് പറയുമ്പോൾ അതിനകത്തെ നിറയ്ക്കാനുള്ള കാര്യങ്ങൾ. ഇതിപ്പോൾ ചിക്കൻ റോൾ ആയതുകൊണ്ട് ചിക്കൻ വെച്ചിട്ടുള്ള ഫില്ലിങ്ങാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഒരു കോഴിയുടെ പകുതി, ഏകദേശം ഒരു 750 ഗ്രാം എന്ന് പറയാം ഒരളവ്, കഷ്ണങ്ങളാക്കിയിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും, പിന്നെ വേണ്ടത് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ച് ഊറ്റിയെടുക്കുക. അങ്ങനെ വേവിച്ച് ഊറ്റിയെടുത്ത ചിക്കൻ്റെ പീസ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനി നമ്മൾ എല്ലിൽ നിന്നും മാറ്റി കഷ്ണങ്ങൾ മാത്രമായിട്ട് എടുക്കണം. അതിൻ്റെ ഫ്ലഷ്, ചിക്കൻ്റെ ഇറച്ചി മാത്രം, നമുക്ക് എല്ല് വേണ്ട. പാത്രത്തിലേക്ക് ഇങ്ങനെ ഇളക്കിയിടാം. എളുപ്പമാണ്, കാര്യം വേവിച്ച് വെച്ചിരിക്കുന്നതല്ലേ, ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും, ഷ്രെഡ് ചെയ്ത് എടുക്കാം. ഇതിന് ഏത് ഷേപ്പിലാണെങ്കിലും കുഴപ്പമില്ല, വലിയ പീസാണെങ്കിലും കുഴപ്പമില്ല. കാര്യം നമ്മൾ ഇതിനെ ഇനി വീണ്ടും മിക്സി ഉപയോഗിച്ചിട്ട് ഒരു ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യും. അപ്പോൾ ഇത് കുറച്ചുകൂടി പൊടിഞ്ഞ രീതിയിൽ കിട്ടും. നമ്മളിങ്ങനെ പൊടിച്ചെടുക്കണം ചിക്കൻ്റെ ഇറച്ചി. അപ്പോൾ ഇനി ഇതേ കാര്യം തന്നെ ഈ ഒരു സ്റ്റേജാണ്. ഇത് ഇങ്ങനെ ഫില്ലിങ് തയ്യാറാക്കുന്ന ഇറച്ചിയുടെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. ഇതിന് പകരം മാട്ടിറച്ചി കൊത്തിയത്, മിൻസ്ഡ് മീറ്റ്, ഏത് തരം വേണമെങ്കിലും ആകാം, ആട്ടിറച്ചിയാകാം, മാട്ടിറച്ചിയാകാം. അതാണെങ്കിൽ വേവിച്ചിട്ട് ഇതുപോലെ ഇട്ട് വേവിക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച് മിക്സിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അത് കുറച്ചുകൂടി ഒന്ന് പൊടിഞ്ഞ് കിട്ടും. എന്നിട്ട് ഞാൻ ഇനി ചെയ്യാൻ പോണ കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ ചെയ്താൽ മതി. ബാക്കി കുറച്ച് മസാലയുടെ ഐറ്റംസൊക്കെ ചേർത്ത് വഴറ്റിയെടുക്കും, അതുപോലെ ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് ഫില്ലിംഗ് ആവും. അങ്ങനെ ചിക്കൻ്റെ കഷ്ണങ്ങളെല്ലാം എല്ലിൽ നിന്നും മാറ്റി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് 750 ഗ്രാം, ഏതാണ്ട് ഒരു കോഴിയുടെ, ഒരു വലിയ കോഴിയുടെ പകുതി. ഇനി ഞാൻ മിക്സിയുടെ ചെറിയ ബൗൾ ഉപയോഗിച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് പൊടിഞ്ഞ രീതിയിലേക്ക് ആയി വരും. അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ ചിക്കൻ്റെ പീസസ് എല്ലാം ഞാൻ മിക്സിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചതേ ഉള്ളൂ, ഒരു ഒറ്റ അടി. അന്നേരം അതിങ്ങനെ ഷ്രെഡഡ് ആയിട്ട് കുറച്ച് പൊടി പോലെ ആയിട്ട് വരും. ഈ രീതിയിൽ ആക്കിയെടുക്കണം. ഇത് നമ്മളുടെ ചിക്കൻ മിൻസ് എന്ന് തന്നെ പറയാം, വേവിച്ചതാണ്. അപ്പോൾ ഇതൊരു 1/2 കിലോ കോഴി. ഇപ്പോൾ ഒരു കപ്പളവ് എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 3 കപ്പോളം വരും. അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇത് ബാക്കി കാര്യങ്ങളെല്ലാം ചേർത്തൊരു മസാലയാക്കി മാറ്റാം. ഇനി അടുപ്പ് കത്തിച്ചിട്ട് ഒരു ചൂട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് ചൂടാക്കാം. അപ്പോൾ പാത്രം നല്ല ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് എണ്ണ, ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ, ഏതെങ്കിലും എണ്ണയായാലും മതി. നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ ഓയിൽ. ഇനി എണ്ണ നന്നായിട്ട് ചൂടാകട്ടെ. അപ്പോൾ നമ്മളുടെ എണ്ണ ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഏതാണ്ട് ഒരു 1.5 ടീസ്പൂൺ. കുറച്ച് കാര്യങ്ങളൊക്കെ കൂടുതലിരിക്കട്ടെ, കാര്യം ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇഞ്ചി, വെളുത്തുള്ളി, ഇതെല്ലാം ഇപ്പോൾ മുളക് പൊടിയൊക്കെ ഒരുപാട് വരി ചേർക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷേ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നമ്മളുടെ വയറിന് വളരെ നല്ല കാര്യമാണ്. പ്രത്യേകിച്ച് മീറ്റ് ഐറ്റംസ്, ഇറച്ചി പോലുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ വയറിന് ഒരുപാട് ഗുണം ചെയ്യും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ചേർക്കുന്നത്. ഇതിനോടൊപ്പം നമുക്കിനി പച്ചമുളകും കൂടി ചേർക്കാം. അപ്പോൾ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ, വലിയ സ്പൂണിന് 1.5. കാര്യം ഇനി മുളക് പൊടിയൊക്കെ ചേർക്കാനുള്ളതാണ്, എന്നാലും നമ്മൾ പച്ചമുളക് ചേർക്കുമ്പോൾ അതിൻ്റേതായ ഒരു രുചിയുണ്ടല്ലോ. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും അടുപ്പിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവണം. ഒരു പക്ഷേ സവാള ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയാൽ മാത്രം മതിയാകും. ഇപ്പോൾ നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാത്തിൻ്റെയും നിറം മാറി തുടങ്ങുന്നു. ഇനി സവാള
ഇപ്പോൾ സവാളയുടെയൊക്കെ നിറമൊക്കെ മാറി ഒരു ഗോൾഡൻ ബ്രൗൺ ആകാൻ തുടങ്ങുന്നു. ഇപ്പോൾ വാടി കണ്ടില്ലേ, നോക്കൂ ക്വാണ്ടിറ്റി നോക്കൂ, കുറഞ്ഞില്ലേ, 1/4 ആയി, 1/4 മാറി, അത്രയ്ക്ക് ചുരുങ്ങും. ഇതിങ്ങനെയാണ് സാധാരണ. ഇനി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്? ഇനി 2-3 കാര്യങ്ങൾ, പൊടി ഐറ്റംസ് എല്ലാം നമുക്ക് ഈ സമയത്ത് ചേർക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ. പിന്നെ വേണ്ടത് മുളക് പൊടിയും മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ വരെ ചേർക്കാം. 1.5-2 ടീസ്പൂൺ വരെ. മുളക് പൊടി എരിവിനനുസരിച്ചിട്ടാണ്, 3 ടീസ്പൂൺ വരെ ആകാം. ഇനി ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ ആയാലും മതി. കാര്യം നമ്മൾക്ക് ഇനി കുറച്ച് ഇറച്ചി ഇതിനകത്ത് തട്ടണ്ടേ, അന്നേരം കുറച്ചുകൂടെ ഒക്കെ എരിവ് വേണ്ടേ. ഇച്ചിരി കുരുമുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പം 3 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കും. അപ്പോൾ ഇതെല്ലാം ഒന്ന് പെട്ടെന്ന് തന്നെ മൂക്കും, കാര്യം നല്ല ചൂടായി കിടക്കുകയല്ലേ. തീ ഒരല്പം കുറയ്ക്കണം. കുറച്ച് ഗരം മസാലപ്പൊടി 1/4 ടീസ്പൂൺ വരെ ചേർക്കാം. നല്ല മസാലയുടെ മണം വരും. എല്ലാ കാര്യങ്ങളുമായി ഇനി നമ്മൾ ഇങ്ങനെ പൊടിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ്, മിൻസ്ഡ് ചിക്കൻ ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലും കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തോളൂ, കുഴപ്പമില്ല. വീണ്ടും അപ്പോൾ നമ്മളിങ്ങനെ ഓരോരോ സ്പെസിഫിക്കേഷൻസ് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ഇപ്പോൾ മെഷർമെൻറ്റ്, അളവ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ, അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ പാചക പുസ്തകങ്ങളിലാണ് ഇങ്ങനെ അളവ് കാര്യങ്ങളൊക്കെ കൃത്യനിഷ്ഠയോടുകൂടി നമ്മൾ ചെയ്യുന്നത്. 1 കപ്പ് അല്ലെങ്കിൽ 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ. പക്ഷേ ചിലരുടെ കാര്യത്തിൽ ആ അളവ് ആവശ്യമാണ്. ഒരു കൈ അളവ് പോരാ. പല വീട്ടമ്മമാർക്കും കൈ അളവാണ്. പക്ഷേ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ പുതിയ അടുക്കളയിൽ കയറുന്ന പുതിയ ആൾക്കാർക്കെല്ലാം മെഷർമെൻറ്റ്സ് അറിയണം. എന്നാലല്ലേ പാചകം ചെയ്യാൻ എളുപ്പം ഉണ്ടാവുള്ളൂ. ഒന്നും അറിയില്ലല്ലോ, സ്റ്റാർട്ടിങ് ആയിരിക്കില്ലേ. പാചക പുസ്തകങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഞാൻ മാജിക് അവൻ്റെ 4ാമത്തെ പുസ്തകം ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. DC ബുക്സാണത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മാജിക് അവൻ പാചകക്കൂട്ട് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിഷ്ടപ്പെട്ട പാചകക്കുറിപ്പുകൾ ഏതാണ്ട് ഒരു 250ഓളം റെസിപ്പീസ്, പാചകക്കുറിപ്പുകൾ അതിനകത്തുണ്ട്. കൂടുതൽ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യത്തെ ബുക്കിൽ കൂടുതലായിട്ടും പുഡിങ്സിൻ്റെയും അങ്ങനത്തെ പേസ്ട്രീസിൻ്റെയൊക്കെ റെസിപ്പീസ് ധാരാളമായിട്ടുണ്ട്. പിന്നെ നോൺ വെജ് ആൻഡ് വെജ്. നമ്മളൊരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഒരല്പം എന്ന് വെച്ചാൽ വളരെ കുറച്ച്, ഒരു 1/4 കപ്പ്. അപ്പോൾ കുറച്ചുകൂടി എന്താ പറയുക, ഒരു മയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് കുഴഞ്ഞ മാതിരി തന്നെയാണ്, എങ്കിലും കുറച്ചുകൂടി എല്ലാം കൂടി യോജിച്ച് കിട്ടും. ഇനി ഒരു കാര്യം കൂടി ചേർക്കാനുള്ളൂ, മല്ലിയില. അത് ആവശ്യാനുസരണം ചേർക്കാം. മല്ലിയില എത്ര ചേർത്താലും സ്വാദാണ്. പിന്നെ ഇഷ്ടമല്ലാത്തവർ ചേർക്കണം എന്നില്ല, എങ്കിലും ഞാൻ പറയാം. ഇനി നമ്മൾ തീ ഓഫ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഒരു കുഴഞ്ഞ രീതിയിൽ തന്നെ ഫില്ലിങ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഫില്ലിങ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മളുടെ ഡോ, അതായത് നമ്മളുടെ റോളിന് വേണ്ട മാവ് പൊങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കാം. പൊങ്ങിക്കഴിഞ്ഞെങ്കിൽ നമ്മളുടെ ചിക്കൻ റോൾ തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ നമ്മളുടെ ഫില്ലിങ് ഇവിടെ റെഡിയാണ്. ഇപ്പം ഞാൻ ആ ഡോ എന്തായി അവസ്ഥ നോക്കണം. മൈദാക്കൂട്ട് നമ്മൾ കുഴച്ച് വെച്ചിരുന്നു, അത് ഡബിൾ സൈസ് ആകണം. അപ്പോൾ ഇപ്പോൾ ഡബിൾ സൈസ് ഏതാണ്ടായിട്ടുണ്ട്. നനഞ്ഞൊരു തുണി കൊണ്ട് കവർ ചെയ്തിരിക്കുകയായിരുന്നു. തുറന്ന് നോക്കാം. ഡബിൾ വോളിയം ആയി കഴിഞ്ഞു, നല്ല പൊങ്ങി. ഇതാണ് ഈസ്റ്റിൻ്റെ മാജിക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ. ഈസ്റ്റ് മാജിക് ഇതാണ്, ഇങ്ങനെ പൊങ്ങി വരും, ഡബിൾ സൈസായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇനി എന്താ വേണ്ടേ? ഇനിയാണ് നമ്മൾ റോൾസാക്കി മാറ്റാൻ പോകുന്നത്. ഇനി ഇത് നമ്മൾ കൈ കൊണ്ട് തൊട്ടാൽ അത് താഴേക്ക് വീണ്ടും പോകും, കണ്ടില്ലേ? തൊട്ടാൽ മതി. അപ്പം നമ്മൾ ഈ മാവിൽ നിന്നും കയ്യിലൊരല്പം മൈദ ഇങ്ങനെ തടവിയിട്ട് വേണമെങ്കിൽ കൈ ഒന്ന് മുക്കാം. മൈദ മാവ് കുറച്ചൊരു പാത്രത്തിലെടുത്ത് വെച്ചിട്ട്, എന്നിട്ട് ഇതിൽ നിന്നും കുറച്ച് വലിയ ഉരുട്ടിയെടുക്കും. ഇതിപ്പോൾ ഏത് സൈസിൽ വേണമെങ്കിലും നമുക്ക് റോൾസ് ചെയ്യാം എന്നുള്ള കാര്യമാണ്. വലിയൊരു നാരങ്ങ സൈസ്. എന്നിട്ട് അതിനെ നമ്മളൊരു റോളിൻ്റെ ഷേപ്പിലേക്ക് ഉരുട്ടണം. ആദ്യം ഉരുട്ടുക റൗണ്ട് ഷേപ്പിൽ, എന്നിട്ട് അതൊരു റോള് പോലെ ആക്കി എടുക്കുക, നീളത്തിനുള്ള പീസാക്കി മാറ്റുക. അപ്പോൾ ഇതിങ്ങനെ പൊങ്ങിയിരുന്ന മാവിനെയാണ് നമ്മൾ വീണ്ടും താഴ്ത്തിയിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്യുന്നത്. എന്നിട്ട് അതിങ്ങനെ വെക്കാം. ഇച്ചിരി വലിപ്പം കിട്ടും. ഇതിനെ ഇങ്ങനെ ഇരുന്ന് അത് വീണ്ടും പൊങ്ങും. നമ്മളങ്ങനെ വീണ്ടും അടുത്ത റോൾ
ഈ രീതിയിൽ ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് വെക്കുക. കാര്യം ഇത് പൊങ്ങുമല്ലോ, പൊങ്ങുമ്പോൾ അടുത്തടുത്ത് ഇരിക്കുമ്പോൾ അത് തമ്മിൽ ഒട്ടാൻ പാടില്ല. ആ രീതിയിൽ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യണം. അപ്പോൾ ഒരു ട്രെയിൽ എനിക്കിപ്പോൾ ഒരു 4 എണ്ണം മാത്രമേ എടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഇനി വേറൊരു ട്രെയിൽ ഞാൻ ബാക്കി ഇതുപോലെ ഉരുട്ടി റോൾ ചെയ്ത് വെക്കും. എന്നിട്ട് ഒരു അല്പസമയം നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അതുകൂടി ഒന്നുകൂടി ഒന്ന് പൊങ്ങി വരെ, ഇച്ചിരി ഒന്ന് പൊങ്ങട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ബാക്കി കാര്യങ്ങൾ ചെയ്യും. അതുവരെ വെയിറ്റ് ചെയ്യാം. ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക്. അപ്പോൾ ഇതിപ്പോൾ ആദ്യം നമ്മൾ പരത്തി വെച്ച 4 എണ്ണം വീണ്ടും പൊങ്ങിക്കഴിഞ്ഞു. ഇതിൽ നിന്നും ഒരെണ്ണം എടുക്കാം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പാണ് പിന്നെ ഇച്ചിരി മുട്ടയിൽ ഒരു മുട്ട ഇങ്ങനെ ഞാൻ 2 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇടുന്നു. എല്ലാ ഭാഗത്തേക്കും ഒന്ന് മുട്ട പറ്റട്ടെ. എന്നിട്ട് റൊട്ടിപ്പൊടിയിലിട്ട് റോൾ ചെയ്യണം. അതിനെ ഒന്നിങ്ങനെ ചുറ്റി ഈ രീതിയിൽ ഇങ്ങനെ ആക്കണം. എന്നിട്ട് അതെടുത്ത് നമ്മൾ വേറൊരു പ്ലേറ്റിലേക്ക് വയ്ക്കുന്നു. അത്രേ ഉള്ളൂ. ആ രീതിയിൽ നമ്മൾ എല്ലാത്തിനെയും അതുപോലെ ആക്കണം. അപ്പോൾ നമ്മളിങ്ങനെ റോൾ ചെയ്ത് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പൊങ്ങിക്കഴിഞ്ഞു. അതങ്ങനെ മുട്ടയിലൊന്ന് മുക്കി ബ്രെഡ് ക്രംസ് റൊട്ടിപ്പൊടിയിലൊന്ന് ഉരുട്ടി പിന്നെ വേറൊരു പ്ലേറ്റിലേക്ക് വെക്കുന്നു. ഇങ്ങനെ നമ്മൾ റോൾസിനെ എല്ലാം ഷേപ്പ് ചെയ്തു. ഇനി ഇത് എണ്ണയിലിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, അതായത് വറുത്ത് കോരും. അപ്പോൾ നമ്മളുടെ റോൾസ് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുവാണ്, റെഡി ആയിരിക്കുകയാണ്, നല്ല പഫ്ഡായിട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതിൽ നിന്നും എണ്ണ ചൂടായി കഴിഞ്ഞു. പിന്നെ നമ്മൾ ഒരേ സമയം നമുക്കൊരു 4-5 റോൾസ് ഇതിൽ വറുത്തെടുക്കാൻ സാധിക്കും. അപ്പോൾ എണ്ണ നിറച്ചൊഴിക്കുക. അപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകട്ടെ. എന്നിട്ടിത് വറുത്ത് പോരാം. ഇപ്പോൾ നമ്മളുടെ റോൾസ് എല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞു. ഇനി ഇത് ഓരോന്നായിട്ട് എണ്ണയിൽ നിന്നും മാറ്റാം. എണ്ണ ഒന്നും കുടിക്കില്ല, ഒട്ടും കുടിക്കില്ല. സുഖമായിട്ട് നമുക്ക് ആ എണ്ണ അതുപോലെ തന്നെ ഉണ്ടാവും. ഈ എണ്ണയിൽ തന്നെ ബാക്കിയിരിക്കുന്ന 5 റോൾസും വറുത്തത്. അപ്പോൾ ടോട്ടൽ ഞാൻ 10 റോൾസാണ് ഈ 3 കപ്പ് മാവ്, അതായത് 1/2 കിലോ മൈദ മാവിൽ ഉരുട്ടിയെടുത്തിരിക്കുന്നത്. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ, നല്ല കരുകരുപ്പായിട്ട് സോഫ്റ്റാണ്. അകത്ത് നല്ല ഒരു സ്പോഞ്ചി ആയിരിക്കും, പുറമേ നല്ല കരുകരുപ്പുണ്ടാകും. അപ്പോൾ റോൾസ് റെഡിയാണ്. ഇനി ഇതൊരു ചിക്കൻ റോൾ ആകണം, അത് 2ാമത്തെ സ്റ്റേജ്. ഇത് ആദ്യത്തെ സ്റ്റേജാണ് നമ്മൾ കടന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ റോൾസ് എല്ലാം തന്നെ ഞാൻ വറുത്ത് മാറ്റിക്കഴിഞ്ഞു. ചിക്കൻ ഫില്ലിങ് ഇവിടെ റെഡിയാണ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്കൊന്ന് ഫില്ല് ചെയ്താൽ മാത്രം മതി. ഇത് ഒരു മെത്തേഡാണ്, ഇതൊരു രീതി. ഇത് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു രീതിയിലും ചെയ്യാം. നമ്മളിപ്പോൾ റോൾസ് ഉണ്ടാക്കിയല്ലോ, നമ്മൾ മാവിങ്ങനെ കുഴച്ചിങ്ങനെ റോൾ ചെയ്തല്ലോ, അതിൻ്റെ ഉള്ളിൽ ആദ്യമേ തന്നെ ഈ ഫില്ലിങ് നിറച്ചിട്ട് കവർ ചെയ്തിട്ട് അതുപോലെ റോൾ ചെയ്തിട്ട് വറുത്തെടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഫില്ലിങ് അകത്തായിരിക്കും, നമ്മൾ കഴിച്ച് തുടങ്ങുമ്പോൾ മാത്രമേ അറിയാൻ സാധിക്കൂ. ഇതങ്ങനെയല്ല, ഇതിങ്ങനെ റോളായിട്ട് തന്നെ ഇരിക്കുകയാണ്. നല്ല ഒരു പുറമേ ക്രിസ്പി, അകത്ത് നല്ല സോഫ്റ്റ്. അപ്പോൾ ഇതിനെ ഇനി ചെയ്യാൻ പോകുന്നത്, ഇനി നമ്മൾ ഫില്ലിങ് നിറയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു കത്തി എടുത്തിട്ട് അതിൻ്റെ അകത്തൊരു കട്ട് ഉണ്ടാക്കുന്നു. ഇങ്ങനെ മുറിച്ച് 2ആയിട്ട് വിട്ടുപോകാത്ത രീതിയിൽ മുറിക്കണം. അകത്ത് നല്ല ബ്രെഡ് മാതിരി അകത്ത്. ഇതിൻ്റെ അകത്തേക്കാണ് നമ്മൾ ഫില്ലിങ് നിറയ്ക്കാൻ പോകുന്നത്. നമ്മുടെ ചിക്കൻ ഫില്ലിങ് ഉള്ളിലേക്ക് നിറയ്ക്കണം. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം, കൂടുതൽ ഫില്ലിങ് ഉണ്ടാവും, നിറച്ച് ഫില്ലിങ്. നമുക്ക് എത്ര ഫില്ലിങ് വേണമെങ്കിലും വയ്ക്കാം. വേറൊരു പ്ലേറ്റിലേക്ക് വയ്ക്കുന്നു. അപ്പോൾ നമ്മുടെ ചിക്കൻ റോളായാലോ, ഫിൽഡ് ആയിട്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളുടെ ചിക്കൻ റോൾ തയ്യാറാക്കേണ്ടത്. ഇത് ചിക്കൻ റോൾ അതുപോലെ തന്നെ ഏത് തരം ഇറച്ചിയിലും ചെയ്യാം. മീറ്റ് റോളായിട്ട് ചെയ്യാം, മിൻസ്ഡ് മീറ്റിൽ, പിന്നെ വെജിറ്റബിൾ റോൾ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഇത് ഇന്ത്യൻ ഫില്ലിങ്, ചൈനീസ് സ്റ്റൈലിൽ ഫില്ലിങ് ഉണ്ടാക്കിയാൽ ചൈനീസ് ഫില്ലിങ് ആവും. എന്തായാലും തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.